ചേച്ചി ഏട്ടാ, നിങ്ങൾ അറിഞ്ഞ തങ്കപ്പാട്ടിന്റെ മകന് ഇന്നലെ വേറെ ഒരു കള്ളുകൂടിന്റെ കൊണ്ട് ഓടിപ്പോയി. ആ പെണ്ണിന്റെ കാര്യം ഒന്നും പറയണ്ട. കാശിയേട്ടാ, ഇങ്ങോട്ട് വരിയെന്ന് കാശിയേട്ടാ. ഏത് സമയത്ത് അടുക്കളുടെ ഉള്ളിൽ തന്നെയാണ്. എന്താണ് രാമു, ഇന്ന് കടം പറയാനാണോ? കാശിയേട്ടാ, നിങ്ങൾ എന്ത് കൂട്ടൊന്ന് കൂടണം. കടം പറഞ്ഞിട്ട് ഞാൻ തീർത്തിട്ടുണ്ടല്ല. ചായ മാത്രം പോലും, ഒരു സിഗരറ്റും വേണം. രാമുവേ, അതിന്റെ പൈസയും കൂടി അവിടെ വെക്കണേ. അതൊക്കെ വെച്ചിട്ടുണ്ട്. ആ പൊക്കപടിയൊക്കെ നേർത്തി. അല്ല, ഇതെന്താ നീ കാണിക്കുന്നത്? ആര് ചാമയത്തിന് അങ്ങോട്ട് വരിയെന്ന്? സുഖം തന്നെയല്ലേ കാശിയേട്ടാ? ഒരു ചായ എടുക്കും ചാമയത്തിന്, മധുരം ഇല്ലാത്തത്. ചായ എടുക്കുന്ന കാര്യമൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്റെ ചായന്റെ വിവരമൊക്കെ അയാൾക്കറിയാം. അല്ല, നീ ഇതെന്താ കാണിക്കുന്നതെന്ന്? കാശ് കൊടുത്തിട്ടാണ് സിഗരറ്റ് വലിക്കുന്നത്. നിങ്ങൾക്ക് സംശയം ചോദിച്ചു നോക്കി കാശിയേട്ടനെ കൊണ്ട്. ചായന്റെയും വീടിന്റെയും കാശ് തന്നിട്ടാണ് ചായ കൊടുത്തിരിക്കുന്നത്. വീടിന്റെയാ? എന്നാലേ ഞാൻ പറഞ്ഞത് കേട്ടോളി. നിങ്ങൾ 200 റുപ്യ എടുത്ത് വെച്ചോളി, അവനെ കൊണ്ട് 200 റുപ്യ എടുത്ത്. നിങ്ങൾക്ക് എന്താ പ്രാന്തായെന്ന് റീൽസ് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാനെന്തിന് 200 റുപ്യ കൊടുക്കണം? നിങ്ങൾക്ക് രണ്ടാൾക്ക് കാര്യം പിടുത്തം കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഇത് പൊതുസ്ഥലമാണ്. ഈ പൊതുസ്ഥലത്ത് നിന്ന് വീടി വലിച്ച ശിക്ഷാർക്കുമാണ്. അങ്ങനെയൊക്കെ ഉണ്ടാ? വലിക്കുന്ന ആളും കൊടുക്കണം പഴ, വിൽക്കുന്ന ആളും കൊടുക്കണം പഴ. ശ്യാമിയച്ച, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പൊ ഈ കടക്കാര് വീടിയും വിൽക്കുന്നുണ്ട്, സിഗരറ്റും വിൽക്കുന്നുണ്ട്. അപ്പൊ ഈ സാധനം ഞാൻ എന്റെ കാശ് കൊടുത്ത് വാങ്ങണം, ഞാൻ എന്റെ കാശ് കൊടുത്ത് വലിക്കണം. അതിനിപ്പോ എന്താ കുറ്റം? നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് കുട്ടി. ഈ ചെറിയ കടയാണെങ്കിലും ഇതൊരു പൊതുസ്ഥലമാണ്. പൊതുസ്ഥലങ്ങൾ പറഞ്ഞ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, സിനിമ തിയേറ്റർ, പിന്നെ ഹോട്ടലുകള്, ഈ റെസ്റ്റോറന്റ് പറയുന്നവിടെ, ഈ പിന്നെ ടൂറിസ്റ്റ് സ്ഥലങ്ങള്, അങ്ങനെ പൊതുജനങ്ങൾ കൂടുന്ന ഗവടവും പൊതുസ്ഥലങ്ങളാണ്. അവിടെ നിന്ന് പുകവലിക്കാൻ പറ്റില്ല. അല്ല ചാമിയച്ച, ഈ കട നടത്തുന്ന ഞാൻ എന്തിനാണ് ഫൈൻ കേട്ടുന്നത്? നിങ്ങൾ പറയണതൊക്കെ കാര്യം തന്നെ. അതാണ് വേറൊരു കാര്യം. വാങ്ങിയിട്ട് പോണെന്നുള്ളത് ശരി, വലിക്കാൻ പ്രേരിപ്പിക്കാൻ പറ്റില്ല. ഇത് കാണിച്ചിരിക്കുന്നത് കണ്ട, ഇതൊക്കെ തെറ്റാണ്. ഇതാ ഈ കാണുന്ന ചിത്രങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ തെറ്റാണ്. ഇങ്ങനെ ചെയ്ത കടക്കാരൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരും, പിഴ കെട്ടേണ്ടി വരും. ആരെങ്കിലും കണ്ടാലല്ലേ പ്രശ്നം ചാമിയച്ച? പോലീസുകാരൊക്കെ ഇത് നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുമോ? അതെ, നിങ്ങൾ രണ്ടാളും അറിയാൻ കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഒരു ചായ അടുക്കി ഇരുന്ന് പറയാ. കാശിയാട്ട പ്രത്യേകിച്ച് ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് പുകവലി നിരോധന മേഖലയാണെന്നുള്ള ബോർഡ് വെക്കണം. ബോർഡ് വെച്ചില്ലെങ്കിൽ അതിനും പഴ വരും. കുട്ടി ചോദിച്ചില്ലേ പോലീസുകാർ വരുമെന്ന്? പോലീസുകാര് മാത്രമല്ല, ആരോഗ്യ പ്രവർത്തകര്, ഇൻസ്പെക്ടർമാര്, ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ കടയിൽ വന്ന് പരിശോധിക്കാം. നിയമമാണ്. വേറെ ഒരു കാര്യം എന്താ പറഞ്ഞ, കുട്ടി ഇവിടെ ഇരുന്ന് പുകവലിക്കുന്നു, അടുത്തൊരാൾക്ക് ദോഷം ചെയ്യില്ലേ? അതേപോലെയാണ് വീട്ടിലാണെങ്കിലോ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും വയസ്സായവർക്കും എല്ലാവർക്കും ദോഷമാണത്. പുകവലി മാരകമാണ്. അധികവും പുകവലിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്താ നാം പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ മേടിന്റെ അടുത്ത് ചോദിക്കും. ഇത് അറിവുള്ള ആള് അടുത്തിരിക്കുന്നുണ്ട്. നമ്മുടെ ചാമിച്ചൻ പറഞ്ഞ മുഴുവൻ ഞാൻ ഇവിടുന്ന് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഇദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണ്. മറ്റൊരു പ്രധാന കാര്യം, നമ്മളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ 100 വാര ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങളൊന്നും വിൽക്കാൻ പാടുള്ളതല്ലെന്നുള്ളതാ. നിങ്ങളുടെ കട സ്കൂളിന്റെ പരിസരത്തല്ലാത്തോട് രക്ഷപ്പെട്ടു. പക്ഷേ നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് ബോർഡുകളും നിബന്ധനകളും ഒക്കെ പാലിക്കണമെന്ന് മാത്രം. അപ്പോളേ മേഷും കൂടി പറഞ്ഞപ്പോ നിങ്ങക്ക് പരബോധി ആയല്ലോ. ഈ നിയമവിരുദ്ധ കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിക്കുകയല്ലേ അല്ലേ? എന്ത് പറയുന്നു ദാമക്കുട്ടി? ഞാനത് 100% ഞാനത് ഉറപ്പിച്ചിരിക്കണോ? ഉറപ്പിക്കണം. അങ്ങനെ ഉറപ്പിക്കാനായിട്ട് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. പുകവലിക്കാൻ പാടില്ല പറഞ്ഞൊരു ബോർഡ്, വലിയ ബോർഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കടയിൽ തന്നെ വെച്ചാൽ ഇപ്പൊ തന്നെ. കാശിയേട്ടന്റെ നല്ല മനസ്സിന് നന്ദി. ഇതാ നിങ്ങളുടെ കൈ കൊണ്ട് അങ്ങോട്ട് വെക്കി. തന്നെ ബോർഡ് വെച്ച സ്ഥിതിക്ക് ഇതെന്തിനാണ് ഇനി
നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് ഇനി ഇതിവിടെ ഉണ്ടാകുകയല്ലേ ചാമേച്ച, ആ ഇതോടുകൂടി കഴിഞ്ഞു. കഴിയടേ. ഈ നശിച്ച സാധനം വലിക്കൂല, അവിടെ വെച്ച് പൊട്ടിച്ച് കളഞ്ഞ ഈ സാധനം വേണ്ട. നന്നായി വരട്ടെ.